മതം മാറ്റം പോലെ വൃത്തികേടുള്ള വൃത്തികെട്ട പ്രഹസനം വേറൊന്നില്ല. ഏത് മതത്തിൽ നിന്ന് ഏത് മതത്തിലേക്കാണ് മാറേണ്ടത്? എല്ലാ മതങ്ങളും സത്യമാണെങ്കിൽ, എല്ലാ വേദങ്ങളും സത്യമാണെങ്കിൽ, എല്ലാ ദർശനങ്ങളും സത്യമാണെങ്കിൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുക എന്നതിനേക്കാൾ അശ്ലീലകരമായ മറ്റെന്താ ഉള്ളത്? അയലത്തെ അച്ഛനെ കണ്ടിട്ട് അതാണ് നല്ല അച്ഛൻ, അതുകൊണ്ട് ഇന്നു മുതൽ അയാൾ എൻ്റെ അച്ഛനാണെന്ന് പറയുന്നത് പോലെയുള്ള വൃത്തികേടല്ലേ അത്? CH മുസ്തഫ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹത്തിന്റെ എല്ലാ വാദങ്ങളും നമുക്ക് പരിശോധിക്കണം. എല്ലാം കൂടി ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റുകയില്ല, വ്യത്യസ്ത വീഡിയോകളായി ചെയ്യാം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? എല്ലാ വേദങ്ങളും സത്യമാണ്, എല്ലാ മതങ്ങളും സത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു മതം ഉപേക്ഷിച്ച്, ഒരു വേദം ഉപേക്ഷിച്ച് മറ്റൊരു വേദം അന്വേഷിച്ച് പോകേണ്ടതില്ല, അത് അശ്ലീലമാണ്. മറ്റൊരു പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ദഅവത്ത് അഥവാ പ്രബോധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ, ഒരു വേദത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ മറ്റൊരു വേദത്തിൽ വിശ്വസിക്കുന്ന ആളോട് ആ വേദത്തിൽ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കൂ എന്ന് പറയലാണ് ദഅവത്ത്. ഏതാതെ സ്വന്തം വേദത്തിലേക്ക് വരണം എന്ന് പറയലല്ല. അതുകൂടി കേട്ട ശേഷം നമുക്ക് അദ്ദേഹത്തിന്റെ അകമ്പൊരുൾ എന്താണ് ഈ വിഷയ സംബന്ധമായി പറഞ്ഞതെന്ന് ആദ്യം പരിശോധിക്കാം. ഭാരതീയർ, ക്രൈസ്തവർ, യഹൂദർ, കൺഫ്യൂഷ്യസിന്റെ, താവോയുടെ ഈ മാർഗത്തിലുള്ള ആളുകൾ അവരെ അവരുടെ വേദമനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം, അത് പഠിക്കാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇതാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ഇതാണ് പ്രബോധനം, ധർമ്മ പ്രബോധനമാണത്, അല്ലാതെ മതപ്രബോധനമല്ല. മതം മാറ്റലും മതപ്രബോധനവും വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെയുള്ള വേദങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാണ്. ഒരു വിശദീകരണം വേണ്ടാത്ത വിധത്തിൽ മുസ്തഫ മൗലവി പറഞ്ഞത് കേട്ടല്ലോ. ഇനി കേട്ടോളൂ. ഇത് അദ്ദേഹത്തിന്റെ അകംപൊരുൾ എന്ന ഖുർആൻ വ്യാഖ്യാനത്തിന്റെ 2ാം വോള്യമാണ്. ഇതിൽ സൂറത്തു നിസായിലെ 170-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസു ഖദ് ജാഅക്കുമുർ റസൂലു ബിൽ ഹഖ്ഖി മിർ റബ്ബിക്കും ഫആമിനൂ ഖൈറൻ ലക്കും എന്ന ആയത്ത്. അതിനർത്ഥം മുസ്തഫ മൗലവി എഴുതിയത് തന്നെ വായിക്കാം. മനുഷ്യരെ, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള സന്ദേശവുമായി ദൈവദൂതൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് അതാണ് ഗുണകരം. നിഷേധിക്കുകയാണെങ്കിൽ ആ വാനഭുവനങ്ങളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാകുന്നു. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് അദ്ദേഹം എഴുതിയത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2ാം വോള്യമാണിത്, പേജ് 517. സൂറത്ത് നിസായിലെ 170-ാമത്തെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാരിലും വേദങ്ങളിലും വിശ്വസിക്കുകയും മുഹമ്മദ് നബിയെ നിഷേധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കാര്യമെന്ത് എന്ന് പറഞ്ഞാൽ, എല്ലാ പ്രവാചകന്മാരിലും ക്രിസ്ത്യാനികളും യഹൂദന്മാരും വിശ്വസിക്കുന്നിട്ട് മുഹമ്മദ് നബിയെ നിഷേധിക്കുക, അതുകൊണ്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ച ശേഷം 518-ാമത്തെ പേജിൽ പറയാണ്, മുഹമ്മദ് നബി കൊണ്ടുവന്ന സന്ദേശം ഖുർആനാകുന്നു. ഖുർആൻ കള്ളമാണെന്നും വ്യാജമാണെന്നും വാദിക്കുകയും അത് സമർത്ഥിക്കാനായി ഓടി നടക്കുകയും ചെയ്യുന്ന ചില യഹൂദ ക്രൈസ്തവ പുരോഹിതരെയും മിഷനറിമാരെയും കാണാം. അവർ നിഷേധികളാണ്, കാരണം വേദങ്ങളിൽ ഒന്നിനെ നിഷേധിച്ചു എന്നത് തന്നെ. എന്ന് പറഞ്ഞാൽ ഖുർആനെ നിഷേധിച്ചുകൊണ്ട് അവരെന്താണ്? കാഫറുകളാണ്. ആര്? യഹൂദ ക്രൈസ്തവർ. നബിയെ അംഗീകരിക്കണം, അല്ലെങ്കിൽ അവർ കാഫറുകളാണ് എന്നല്ലേ പറഞ്ഞത്? നേരത്തെ അദ്ദേഹം പ്രസംഗത്തിൽ ഉദാഹരിച്ച എന്താണ്? ഒരു വേദം വിട്ട് മറ്റേ വേദത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛനെ ഉപേക്ഷിച്ച് അയലത്തെ അച്ഛനെ മതി എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പൊ ഇപ്പോൾ എന്തായി? ഇപ്പൊ ആ അച്ഛനെയും വേണം, ഈ അച്ഛനെയും വേണം എന്നെടുത്ത് മുസ്തഫ മൗലവി എത്തി. ഇനി അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട്. ക്രിസ്ത്യാനികളോട് അദ്ദേഹം ഉപദേശിക്കാൻ പറയുന്നുണ്ട്. എന്ത്? നിങ്ങൾ ഊഹങ്ങളും കഥകളും എല്ലാം, ഊഹങ്ങൾക്കും കഥകൾക്കും പിന്നാലെയല്ല പോകേണ്ടത്, സുവിശേഷങ്ങൾക്ക് പിന്നാലെയാണ് പോകേണ്ടത് എന്ന്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കെട്ടുകഥകൾക്ക് പിറകെയല്ല നിങ്ങൾ പോകേണ്ടത്, മറിച്ച് സുവിശേഷങ്ങൾ വായിക്കണം. ആ സുവിശേഷങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തണം. സുവിശേഷങ്ങളിലുള്ള ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളണം. അതിനനുസരിച്ച് നിങ്ങളെ സ്വയം പുനഃക്രമീകരിക്കണം എന്നാണ് ഒരു ക്രിസ്ത്യൻ സുഹൃത്തിനോട് പറയേണ്ടത്. മുസ്തഫ മൗലവി ക്രൈസ്തവർ ഉപദേശിക്കുന്നത് ഊഹങ്ങൾക്കും കള്ളക്കഥകൾക്കും പിന്നാലെ പോകരുത്, നിങ്ങൾ സുവിശേഷങ്ങൾക്ക് പിന്നാലെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ വേദങ്ങൾ സത്യമാണ്, സർവ്വവേദ സത്യവാദമാണല്ലോ അദ്ദേഹത്തിന്റെ ആശയം എന്ന് പറയുന്നത്. അപ്പൊ വേദങ്ങളിൽ കള്ളക്കഥകൾ ഉണ്ടാവുകയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ അകംപൊരുൾ എന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ സൂറത്തു നിസായിലെ 157-ാമത്തെ വചനം അതിങ്ങനെയാണ്, യേശുവിനെ അവർ ക്രൂശിച്ചിട്ടില്ല, കൊന്നിട്ടുമില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, കുരിശുമരണം ഇങ്ങനെ പറയാണ്, അത് കള്ളക്കഥയാണ്, ഊഹമാണ്, യഹൂദ പുരോഹിതർ ഉണ്ടാക്കിയെടുത്ത ഒരു കള്ളക്കഥയാണ്. ഇതിന്റെ 501-ാമത്തെ പേജിൽ പറയാണ്, ഊഹങ്ങളും നിഗമനങ്ങളും ചേർന്ന കഥകളും യഹൂദ പുരോഹിതർ പ്രചരിപ്പിച്ചു.
അപ്പൊ ഈ കള്ളക്കഥ, കുരിശുമരണം എന്ന കള്ളക്കഥ സുവിശേഷങ്ങളിൽ ഉണ്ടെങ്കിൽ പിന്നെ നേരത്തെ അദ്ദേഹം ക്രിസ്ത്യാനികളെ ഉപദേശിച്ചതിൽ വല്ല അർത്ഥവും അവശേഷിക്കുമോ? ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പൊ സർവ്വവേദ സത്യവാദം പൊളിയുമോ? തീർച്ചയായും പൊളിയും. അപ്പൊ ഈ സുവിശേഷങ്ങളിൽ കുരിശുമരണം ഉണ്ടോ ഇല്ലേ എന്നാണ് ഇനി നാം പരിശോധിക്കാൻ പോകുന്നത്. ഈ ബൈബിളിൽ കുരിശുമരണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? മുസ്തഫ മൗലവി ക്രൈസ്തവരെ ഉപദേശിച്ചെന്താണ്? കെട്ടുകഥകൾക്കും ഊഹങ്ങൾക്കും പിന്നാലെ പോകരുത്, സുവിശേഷങ്ങൾക്ക് പിന്നാലെ പോകണം. കുരിശുമരണം കെട്ടുകഥയാണ്. ആ കെട്ടുകഥ ഈ 4 സുവിശേഷങ്ങളിൽ അഥവാ മുസ്തഫ മൗലവി വേദപുസ്തകമായി കാണുന്ന സുവിശേഷങ്ങളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഒന്ന്. രണ്ടാമത്തത്, എല്ലാം സത്യമാണെങ്കിൽ, ഖുർആനും ബൈബിൾ സുവിശേഷം ഒക്കെ സത്യമാണെങ്കിൽ എല്ലാറ്റിലും ഒരുപോലെ വരണമല്ലോ. ഇപ്പൊ ബൈബിളിൽ കുരിശിൽ തറക്കപ്പെട്ടു യേശു എന്ന് പറയുന്നു, എന്നാൽ ഖുർആനിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രണ്ടും ശരിയാവൂലല്ലോ. ഒന്നുകിൽ ഖുർആൻ ശരി, ബൈബിള് തെറ്റ്, അല്ലെങ്കിൽ ബൈബിള് ശരി, ഖുർആൻ തെറ്റ്. അങ്ങനെയല്ല ആവാൻ തരുമ്പോൾ അതല്ലേ യുക്തി? രണ്ടും ശരിയാന്ന് പറയുന്നതിൽ യുക്തിയില്ലല്ലോ. ഇതാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. ബൈബിളിലെ മത്തായി 27 അധ്യായത്തിലെ 37 വചനം, ഇവൻ യഹൂദ രാജാവ് യേശുവാണ് എന്ന ആരോപണം അവർ അവന്റെ ശിരസിന് മുകളിൽ എഴുതി വെച്ചു. അവനോടുകൂടെ 2 കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു, ഒരുവനെ വലത്തും അവരനെ ഇടത്തും. ഇത് മത്തായി. മാർക്കോസ് 15 അധ്യായത്തിലെ 21 മുതൽ 25 വരെ, യേശുവിന്റെ കുരിശു ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്ന അർത്ഥമുള്ള ഗോൽഗോദയിൽ അവർ അവനെ കൊണ്ടുവന്ന് മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു. അവൻ അത് കുടിച്ചില്ല. പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു. ലൂക്കാസ് വിശേഷത്തിലെ 23 അധ്യായത്തിലെ 32 വാക്യം, കുറ്റവാളികളായ മറ്റ് 2 പേരോടുകൂടെ അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി. തലയോട് എന്ന വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു. അവിടെ അവനെ കുരിശിൽ തറച്ചു. യോഹന്നാൻ 19 അധ്യായത്തിലെ 17 മുതൽ, അവർ യേശുവിനെ ഏറ്റുവാങ്ങി. അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു. 4 സുവിശേഷങ്ങളിലും. അപ്പൊ 4 സുവിശേഷങ്ങളിലും യേശു ക്രൂശിക്കപ്പെട്ടു എന്നാ പറയുന്നത്. എന്നാൽ ഖുർആനിലോ? മുസ്തഫ മൗലവിയുടെ തന്നെ പരിഭാഷ എടുക്കുക, 2 വോള്യം അന്നിസ എന്ന സൂറത്തിലെ 157 വാക്യത്തിന്റെ അർത്ഥം മുസ്തഫ മൗലവി കൊടുത്തത് നമുക്ക് വായിക്കാം ഇങ്ങനെ: സത്യത്തിൽ ഈസയെ അഥവാ യേശുവിനെ അവർ വധിച്ചിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. ഇത് രണ്ടും എങ്ങനെയാണ് മുസ്തഫ മൗലവി സത്യവ? ഏതെങ്കിലും ഒന്നല്ല സത്യവും. ഒന്നുകിൽ ബൈബിള് സത്യമല്ലേ ഖുർആൻ സത്യം. അപ്പൊ പിന്നെ എങ്ങനെ സർവ്വവേദങ്ങളും സത്യമാണ് എന്ന് പറയുന്നത്? പമ്പര വിഡിത്തല്ലേ മുസ്തഫ മൗലവി? ആളുകളെ ഇങ്ങനെ പറ്റിക്കണം. ഇത് നിങ്ങളെ പരിഭാഷയിലല്ലേ എഴുതിയത്?